അയാൾ ഇനി ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടമാ. കോടതിയിൽ വിചാരണയ്ക്കിരിക്കുന്ന കേസിലെ വാദിയ. അയാളൊരു പരാതി കൊടുത്താ പോലീസ് അന്വേഷിക്കും. അത് നേരെ നമ്മളിലേക്ക് തന്നെ വരികയും ചെയ്യും. അബദ്ധത്തിലാണെങ്കിലും അയാളെ തട്ടിക്കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിട്ടോണ അയാളെ. ഇല്ലെങ്കിൽ ഒരറ്റത്ത് നിന്ന് പൊളിച്ചടുക്കും ഞാൻ. ഇത് ഞാൻ പറഞ്ഞത് നീ മറക്കാതിരിക്കേ, മനസ്സിലായോ? അയാള് രണ്ടും കൽപ്പിച്ച. എന്തൊക്കെയോ സൂചനകൾ അയാൾ മണത്തറിഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് സുഗതൻ മേനോനെ മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റണം. രാജീവിനി വെറുതെ ഇരിക്കില്ല. എന്നോടുള്ള അയാളുടെ അവസാനത്തെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എന്നെ വീഴ്ത്തുന്നതിന് മുമ്പ് എല്ലാത്തിനെയും ഞാൻ വീഴ്ത്തിരിക്കും. ഗൂഗിൾ, മോളെ കണ്ടായിരുന്നോ? അവള് കണ്ണു തുറന്നോ? എന്തെങ്കിലും പറഞ്ഞോ? എന്താ എന്താ ഗൂഗിൾ ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും ഒന്ന് പറ ഗൂഗിൾ. ഗൗരിമോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ഗൗരിമോൾക്കൊരു കുഴപ്പമില്ല. നമ്മുടെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പിന്നെന്താ? ഞാൻ വിചാരിച്ചു ഞാൻ വിളിക്കുമ്പോ അവൾ എന്റെ ശബ്ദം തിരിച്ചറിയുമെന്ന്. അവളെ കണ്ണു തുറന്ന ആദ്യം എന്നെയായിരിക്കും അന്വേഷിക്കാന്ന്. എന്നിട്ട് ഗൂഗിളിനെ മോള് തിരിച്ചറിഞ്ഞില്ലേ? അവൾ അബോധാവസ്ഥയില്ല, പിന്നെ എങ്ങനെ തിരിച്ചറിയാന്? പക്ഷേ ഞാൻ അവളുടെ തൊട്ടടുത്ത് നിന്നു, കൈപിടിച്ചു, അവളെ വിളിച്ചു. പക്ഷേ അവൾ എന്റെ ശബ്ദം പോലും തിരിച്ചറിഞ്ഞില്ല. ബോധമില്ല, കണ്ണു തുറന്നിട്ടില്ല. എന്നിട്ടും അവിടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അമ്മയെന്ന് മാത്രം. തന്നെയാണോ അവൾ അന്വേഷിച്ചത്? ഇപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. അമ്മ കൊടുക്കുന്ന ആത്മവിശ്വാസത്തെക്കാളും സ്നേഹത്തെക്കാളും വലിയ ഒരു പ്രതീക്ഷയും ഈ ലോകത്ത് ഒരു മകൾക്കും കിട്ടാനില്ല. മരണത്തോട് മല്ലടിക്കുമ്പോ പോലും അവൾ അന്വേഷിച്ചത് മരുന്നല്ല, അച്ഛനെയല്ല, അവളുടെ അമ്മയെ. എന്റെ മോളിപ്പോ ആഗ്രഹിക്കുന്നത് തന്റെ സാമീപ്യമാ, തന്റെ സ്നേഹോ. താൻ അവളുടെ അടുത്തൊന്ന് ഇരുന്നാ മതി, അവളുടെ എല്ലാ വേദനയും മാറും. തന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതി, നമ്മുടെ മോള് ബോധത്തിലേക്ക് തിരിച്ചു വരും. രക്തബന്ധം ദൈവം തന്നതാ ഗൂഗിൾ. പക്ഷെ ഗൗരിമോളുടെ അമ്മ എന്ന അവകാശം എനിക്ക് കിട്ടിയത് ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹം കൊണ്ടാ. എന്റെ മോളുടെ ചിരിയും കളിയും സന്തോഷങ്ങളും എല്ലാം ഞാൻ ഏറ്റുവാങ്ങിയത് എന്റെ നെഞ്ചില. ഞാൻ തന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. എനിക്കറിയാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. ഗൂഗിളിനറിയോ, അവൾക്കൊരു ചെറിയ പനി വരുമ്പോ പോലും ഒരു വിരൽ തുമ്പ് മുറിഞ്ഞ് ഒരല്പം ചോര പൊടിഞ്ഞ അത് സഹിക്കാൻ കഴിയാതെ എന്റെ നെഞ്ച് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് എന്റെ മോളുടെ ഈ അവസ്ഥ സഹിക്കാൻ പറ്റുന്നയാന്ന് ഗൂഗിളിന് തോന്നുന്നുണ്ടോ?
എന്റെ മോൾക്ക് വേണ്ടി എന്റെ പ്രാണൻ മാത്രമല്ല, ഈ ആയുസ് പോലും ഞാൻ കൊടുക്കും. എന്നാലും എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയേറെ എൻ്റെ മോളെ സ്നേഹിക്കുന്ന അർച്ചനയ്ക്ക് ഇനി എങ്ങനെ അവളെ വിട്ടുപോകാൻ കഴിയും? അമ്മയുടെ സ്ഥാനത്ത് അവൾക്ക് സമൃദ്ധി ഇല്ലാതെ പറ്റില്ല, സമൃദ്ധിക്ക് ഗൗരിമോളില്ലാതെ പറ്റില്ല. എൻ്റെ മോക്ക് വേണ്ടി അർച്ചനയെ എങ്ങനെയും ഞങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയേ പറ്റൂ. ചിലപ്പോൾ അത് ക്രൂരമായി പോയെന്ന് വരാം. അറിഞ്ഞ സത്യങ്ങൾ പലതും മറച്ചു വെക്കേണ്ടിയും വന്നേക്കാം. എൻ്റെ മോളുടെ ജീവനാ എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്തോ ഏതോ ഒരു സുഗതൻ മേനോന്റെ മുമ്പിൽ തോറ്റിട്ട് വന്ന് നിൽക്കുക രണ്ടുപേരും. എഴുതി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. എത്ര തല്ലുകൊണ്ടിട്ട് അയാൾ വഴങ്ങുന്നില്ല. സാധാരണ ആളുകൾ ഒരു പരിധിക്കപ്പുറം ശരീരം വേദനിക്കുമ്പോൾ ഒന്ന് മയപ്പെടും. പക്ഷേ ഇയാൾ ആ ടൈപ്പല്ല. തല്ലിക്കൊന്നാലും ഒന്നും പറയില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ അയാളുടെ പെരുമാറ്റം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മൂർത്തി? അയാളെപ്പോലെ ഒരുത്തനെ കൊണ്ട് തല്ലിപ്പഴിപ്പിച്ച് സമ്മതിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നേ? അമ്മാവന് വേണ്ടി മരിക്കാൻ പോലും കുഴപ്പമില്ലെന്ന് മട്ടില്ല അയാൾ ഈ തല്ലൊക്കെ കൊണ്ടത്. അപ്പോ അമ്മാവനും അയാളും തമ്മിലുള്ള ബന്ധം വെറും ഒരു സൗഹൃദ ബന്ധം മാത്രമല്ല. അയാൾ ഈ കേസിൽ ഇടപെട്ടത് പോലും വ്യക്തമായൊരു ലക്ഷ്യത്തോടെയാ. അല്ലെങ്കിൽ അമ്മാവനെ കൊന്ന കേസിലേക്ക് അയാൾ വെറുതെ കയറി വന്നതല്ല. അയാൾ ഇനി ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടമാ. കോടതിയിൽ വിചാരണയ്ക്കിരിക്കുന്ന കേസിലെ വാദിയ. അയാളൊരു പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കും. അത് നേരെ നമ്മളിലേക്ക് തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് പുറത്തുവിടുന്ന ആലോചിക്കേ വേണ്ട. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയാ. എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചേ പറ്റൂ. കേസിന്റെ വിചാരണയും വിസ്താരവും എല്ലാം ഉടനെ തന്നെ നടക്കും. ഇതിനിടയിൽ അയാളെ കാണാതായ രാജീവ് അന്വേഷിച്ച് പിന്നാലെ വരികയും ചെയ്യും. മാഡം, നമ്മൾ വിചാരിക്കുന്നത് പോലെ അയാളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടാനോ അയാൾ ഈ കേസ് പിൻവലിക്കാനോ പോകുന്നില്ല.